ട്രംപിൻ്റെ സമാധാനം മുഴുവൻ പോയി. അതെ, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം സ്വയം പ്രഖ്യാപിച്ച് നിൽക്കുകയായിരുന്നു. 9 യുദ്ധം 8 മാസം കൊണ്ട് അവസാനിപ്പിച്ച മഹാനായ എനിക്ക് നോബൽ പ്രൈസ് കിട്ടണ്ടേന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടാത്തതുകൊണ്ട് ഈ ഒരു യുദ്ധപ്രഖ്യാപനം വല്ലതും ഉണ്ടാകുമെന്ന് വരെ ട്രോളുകൾ ഇങ്ങനെ അമേരിക്കയിലും ഇൻ്റർനാഷണൽ മീഡിയയിലും ഒക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒബാമയ്ക്ക് നോബൽ പ്രൈസ് ഉണ്ട്, എനിക്ക് നോബൽ പ്രൈസ് ഇല്ല. അപ്പോൾ അത് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് അദ്ദേഹം ഓരോ വാറിനെയും അങ്ങനെ കണ്ടു തുടങ്ങിയത്. ഇന്ത്യ പാകിസ്ഥാൻ വാർ, ഇറാൻ ഇസ്രായേൽ വാർ, ഇപ്പോൾ ഗാസ ഇസ്രായേൽ വാർ, അല്ലെങ്കിൽ ഹമാസ് ഇസ്രായേൽ വാർ, ഇതെല്ലാം ഇങ്ങനെ എൻ്റെ കൈ കൊണ്ട് നിൽക്കണം. ഇതിനിടയ്ക്ക് അർമേനിയ അസർബൈജാൻ വാർ, അവിടെ ചുമ്മാ നിന്ന് പോയി തല കാണിച്ചു. അപ്പോൾ അത് ഞാനാണ് നിർത്തിയതെന്ന് വന്നു. കംബോഡിയ തായ്ലൻഡ് വാർ, അതിൽ അദ്ദേഹത്തിന് കുലബന്ധം പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിൻ്റെയും ക്രെഡിറ്റ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു. ട്രംപിൻ്റെ സമാധാനം മുഴുവൻ പോയി. അതെ, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം സ്വയം പ്രഖ്യാപിച്ച് നിൽക്കുകയായിരുന്നു. താനാണ് ലോകത്തിലെ നിരവധി യുദ്ധങ്ങൾ അവസാനിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട്. ഇത്രയും നിരാശനായ സ്ഥിതിക്ക് എന്തായിരിക്കും ട്രംപ് ഇനി ചെയ്യാൻ പോകുന്ന വല്ല കടുങ്കൈ വല്ലതും ചെയ്യും? ഇപ്പം ഒരുപാട് ട്രോളുകൾ ട്രംപിനെ കുറിച്ച് വരുന്നുണ്ട്. അതായത് ഇത് ഇപ്പോഴത്തെ ഈ നോബൽ പ്രൈസിൻ്റെ കിട്ടാത്തത് കൊണ്ട് ട്രംപിന് ഏതെങ്കിലും രാഷ്ട്രത്തിനെതിരെ, ഇപ്പോൾ സ്വീഡനെതിരെയോ അല്ലെങ്കിൽ ഈ നോബൽ പ്രൈസ് ഡിസൈഡ് ചെയ്ത കൺട്രീസിനെതിരെയോ ആരെങ്കിലും ഇനി വലിയ ഒരു സാങ്ഷനുമായിട്ട് വരുമോ, അല്ലെങ്കിൽ ഇനി താരിഫ് അടിച്ചേൽപ്പിക്കലോ അല്ലെങ്കിൽ അവർക്കെതിരെ യുദ്ധമോ ഏതെങ്കിലും പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ്. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടാത്തതുകൊണ്ട് ഈ ഒരു യുദ്ധപ്രഖ്യാപനം വല്ലതും ഉണ്ടാകുമെന്ന് വരെ ട്രോളുകൾ അങ്ങനെ അമേരിക്കയിലും ഇൻ്റർനാഷണൽ മീഡിയയിലും ഒക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് ഏതാണ്ട് ചിത്തഭ്രമം വന്ന പോലെ ഇരിക്കുക. അദ്ദേഹത്തിന് പണ്ട് മുതലേ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. 2009 ഒബാമയ്ക്ക് നോബൽ പ്രൈസ് കിട്ടി. അപ്പോൾ അദ്ദേഹം അവിടെ കയറി 8 മാസം 9 മാസമായപ്പം യു എസ് എ പ്രസിഡൻ്റായിട്ട് കയറിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി. അതുപോലെ തന്നെ അദ്ദേഹത്തിന് 2ാം ഊഴം കിട്ടി. ഇദ്ദേഹത്തിന് 2ാം ഊഴം കിട്ടിയില്ല. അതായിരുന്നു ആദ്യത്തെ വിഷമം. എനിക്ക് 2ാം ഊഴം കിട്ടിയില്ല, പ്രസിഡൻ്റായിട്ട് 2ാം ഊഴം കിട്ടാതെ പോയി. അത് വിഷമിച്ച് ഇങ്ങനെ നിന്ന് എന്തോ ഭാഗ്യത്തിന് ഇലോൺ മസ്കും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു വിധത്തിൽ 2ാം ഊഴം കിട്ടി. ഇല്ലെങ്കിൽ കമലാ ഹാരിസ് അടിച്ചിട്ടേനെ. എന്തായാലും 2ാം തവണ കിട്ടിക്കഴിഞ്ഞപ്പം ഞാനും ഒബാമയും 2 തവണ വന്ന് ഈക്വലായി എന്നൊരു സമാധാനത്തിലായി ആശാൻ. പിന്നെ ആശാന് സമാധാനമില്ലാതിരുന്നത് നോബൽ പ്രൈസാണ്. ഒബാമയ്ക്ക് നോബൽ പ്രൈസ് ഉണ്ട്, എനിക്ക് നോബൽ പ്രൈസ് ഇല്ല. അപ്പോൾ അത് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് അദ്ദേഹം ഓരോ വാറിനെയും അങ്ങനെ കണ്ടു തുടങ്ങിയത്. ഇന്ത്യ പാകിസ്ഥാൻ വാർ, ഇറാൻ ഇസ്രായേൽ വാർ, ഇപ്പോൾ ഗാസ ഇസ്രായേൽ വാർ, അല്ലെങ്കിൽ ഹമാസ് ഇസ്രായേൽ വാർ, ഇതെല്ലാം ഇങ്ങനെ എൻ്റെ കൈ കൊണ്ട് നിൽക്കണം. ഇതിനിടയ്ക്ക് അർമേനിയ അസർബൈജാൻ വാർ, അവിടെ ചുമ്മാ നിന്ന് പോയി തല കാണിച്ചു. അപ്പോൾ അത് ഞാനാണ് നിർത്തിയതെന്ന് വന്നു. ഇങ്ങനെയൊക്കെ അദ്ദേഹം പിന്നെ എങ്ങും തൊടാത്ത കംബോഡിയ തായ്ലൻഡ് വാർ, അതിൽ അദ്ദേഹത്തിന് കുലബന്ധം പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിൻ്റെയും ക്രെഡിറ്റ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു. കോങ്കോ, അതുപോലെ തന്നെ റുവാണ്ട വാർ, ഇതൊന്നും കേട്ട് കഴിയുമില്ല. അതിലും അദ്ദേഹത്തിനാണ് പങ്കെന്നാ പറയുന്നത്. അതുപോലെ തന്നെ ഈജിപ്ത് എത്യോപ്യ വാർ, അതിലും ഞാനാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു 8 വാർ അദ്ദേഹം 8 മാസത്തിനകം തീർത്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം ജനുവരിയിലാണ് അധികാരത്തിൽ വന്നത്. ജനുവരി 30-ാം തീയതിയാണ് വന്നത്. അപ്പോൾ ജനുവരി പോയി. പിന്നെ ഫെബ്രുവരി മുതൽ നോക്കിയാൽ അതായത് 8 മാസത്തെ പ്രവർത്തനത്തിനിടയിൽ 8 യുദ്ധങ്ങൾ ഞാൻ അവസാനിപ്പിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിപ്പോൾ 9ാമത്തെ യുദ്ധമാണ് ഈ ഹമാസ് ഇസ്രായേൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 9 യുദ്ധം 8 മാസം കൊണ്ട് അവസാനിപ്പിച്ച മഹാനായ എനിക്ക് നോബൽ പ്രൈസ് കിട്ടണ്ടേന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ വാറിൽ അദ്ദേഹത്തിൻ്റെ പങ്കെന്തായി. ഇന്ത്യ മിസൈൽ വെച്ച് അടിച്ച് തകർത്ത് പാകിസ്ഥാൻ ഒരു ഫ്ലൈറ്റ് പോലും പോകാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ എയർബേസുകളെല്ലാം പോയി. പല ഫ്ലൈറ്റുകളും തകർത്തു. പിന്നെ എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിച്ചേ മതിയാവുമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിനെ വിളിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതൊന്ന് അവസാനിപ്പിക്കണം. അപ്പോഴാണ് നമ്മളെ തിരിച്ച് വരട്ടുന്നത്. അവർ അണുബോംബ് പ്രയോഗിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ ഇന്ത്യ യു സ്റ്റോപ്പ് ആൻഡ് ഡു ട്രേഡ് വിത്ത് ദം എന്നും പറഞ്ഞുകൊണ്ട് നമ്മളടുത്ത് വെട്ടാൻ വന്നു.
അപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു അത് വേണമെങ്കിൽ അവർ വരട്ടെ, ഞങ്ങൾ ഇട്ട് നിർത്തില്ല, അവർ താങ്കൾ പറഞ്ഞുകൊണ്ട് നിർത്തില്ല, അവർ വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുള്ളിക്കാരൻ അവരോട് പറഞ്ഞ് നിങ്ങൾ വേഗം മിലിറ്ററി ടു മിലിറ്ററി ടോക്കിന് തയ്യാറാകുന്നത്. അങ്ങനെയാണ് ടോക്ക് നടന്നത്. 5 മണിയായപ്പം ടോക്ക് കഴിഞ്ഞു. ഇത് 11 മണിക്കായിട്ടാണ് ട്രംപിനെ വിളിക്കുന്നത്. അത് കഴിഞ്ഞ് 5 മണിക്ക് ടോക്ക് കഴിഞ്ഞു, യുദ്ധം അവസാനിച്ചു. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനായിട്ടാണ് പിന്നത്തെ ശ്രമം. അത് ഇന്ത്യയോട് റെക്കമെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇന്ത്യ റെക്കമെൻഡ് ചെയ്യാനൊന്നും പോയില്ല. നോബൽ പ്രൈസിന് റെക്കമെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാനാണ് ഇതിൻ്റെ മധ്യസ്ഥൻ എന്ന് പറഞ്ഞത് നമ്മൾ ഒട്ടും സംഭവിച്ചില്ല. കാരണം നമ്മൾ കാശ്മീർ ഇഷ്യൂവിലെ സംബന്ധിച്ചിടത്തോളം മധ്യസ്ഥനാവുന്ന പ്രശ്നമില്ല. അപ്പോൾ ആ യുദ്ധം എങ്ങനെയാണ് അദ്ദേഹം അവസാനിപ്പിച്ചതെന്നുള്ളത് ലോകത്തിന് മുഴുവൻ ബോധ്യമാണ്. പിന്നെ പാകിസ്ഥാൻകാർ പറഞ്ഞു ഇദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ യുദ്ധം ജയിക്കില്ലായിരുന്നു, അല്ല അവസാനിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു എന്നുള്ള ഒരു പച്ച മാത്രമേ ഉള്ളൂ. എന്നിട്ട് പാകിസ്ഥാൻ പിന്നെ നോബൽ പ്രൈസിന് ഇവരെ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു, അദ്ദേഹത്തിൻ്റെ പേര് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നടത്തിയ വലിയ സെറ്റിൽമെൻറ്റ് എന്ന് അദ്ദേഹം പറയുന്നത് ഇറാൻ ഇസ്രായേൽ വാറാണ്. ഇറാൻ ഇസ്രായേൽ വാറിൽ സമാധാനമാണോ അദ്ദേഹം ചെയ്തത്, അതോ ഒരു കക്ഷിയുടെ പക്ഷം ചേർന്നുകൊണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ എതിർകക്ഷിക്ക് ഹാനികരമാകുന്ന വിധത്തിൽ ലോകത്ത് ഇതുവരെ പ്രയോഗിക്കാത്ത ബങ്കർ ബസ്റ്റർ ബോംബുകളാണ്. ലോകത്ത് ഒരിടത്തും പരീക്ഷിച്ചിട്ടില്ല, അത്രയ്ക്ക് ഭീകരമായ ബോംബാണ് ആ ബോംബ്. ആ ബോംബുകൾ അദ്ദേഹം 8 എണ്ണം കൊണ്ടിട്ടാണ് ഇറാനെ വരട്ടി ആ യുദ്ധം അവസാനിച്ചത്. അപ്പം അത് ഒരു കക്ഷിയോടൊപ്പം ചേർന്നുകൊണ്ട് മറ്റേ കക്ഷിക്ക് ഭീമമായ ദ്രോഹം വരുത്തി യുദ്ധത്തിൻ്റെ ഭാഗമായി നിന്ന് വരുന്ന സമാധാനമാണോ എന്ന് ലോകം മുഴുവൻ ചോദിക്കുന്നുണ്ട്. ഏതാണ്ട് ഇതുപോലെയാണ് ഇപ്പം ഗാസയിലെ യുദ്ധം അവസാനിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അദ്ദേഹം സംരക്ഷിക്കേണ്ട ഖത്തറിനെ, അല്ലെങ്കിൽ USA സംരക്ഷിക്കേണ്ട ഖത്തറിനെ സംരക്ഷിക്കാതെ ഇസ്രായേലുകാർക്ക് അടിച്ചോളാൻ പറഞ്ഞ് ഇട്ടുകൊടുത്തു. അങ്ങനെ അവർ അവരവിടെ ബോംബ് ബ്ലാസ്റ്റ് നടത്തി. ഹമാസിൻ്റെ ആളുകളെ എന്തായാലും കൊല്ലാൻ പറ്റിയില്ല. വേറെ 5 നിരപരാധികളല്ല 5 സാധാരണക്കാരായ ഹമാസിൻ്റെയും ഖത്തറിൻ്റെ ആൾക്കാരാണ് മരിച്ചത്. അപ്പോൾ എന്തായാലും ഖത്തർ ഇതിൽ ശക്തമായി ഇടപെട്ടു. അപ്പോൾ ഇതിനൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കണം എന്നുള്ളതായി. ഖത്തർ ഈ രീതിയിൽ പോകാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞു. നിങ്ങൾ ഞങ്ങളുടെ സെക്യൂരിറ്റി നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെയും അദ്ദേഹം സമാധാനമല്ല ഉണ്ടാക്കിയത്. അവിടെ തങ്ങൾ സെക്യൂരിറ്റി കൊടുക്കാമെന്ന് പറഞ്ഞ രാഷ്ട്രത്തിന് സെക്യൂരിറ്റി കൊടുക്കാതെ ആണ് ഇരുന്നത്. എന്തായാലും ഇറാൻ പിന്നെ ഇസ്രായേലിന് ഒപ്പം നിന്നു എന്നുള്ള ചിത്തപ്പേരുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കട്ടെ എന്ന് വെച്ചിട്ട് അറേബ്യൻ രാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടാണ് ഇത് നടന്നത്. ഈ യുദ്ധം അവസാനിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെതന്യാഹുവിൻ്റെ ഒഫീഷ്യൽ അഡ്വൈസർ കരോളിൻ കഴിഞ്ഞ ദിവസം ഒരു സ്പീച്ച് നടത്തുന്നത് ഞാൻ കേട്ടു. അവർ പറഞ്ഞത് ഇത് അറേബ്യൻ രാഷ്ട്രങ്ങളുള്ളതുകൊണ്ടാണ് ഈ ഒത്തുതീർപ്പുണ്ടായതെന്നാണ് അവർ പറഞ്ഞത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ നിന്നിക്കും. കാരണം ഹമാസ് പേടിച്ചു പോയത് എന്തുകൊണ്ടാണ്? ഹമാസിന് നിവൃത്തിയില്ലാതെ വന്നു. ഹമാസിനെ സംരക്ഷിക്കാൻ ഇന്ന് ലോകത്ത് ആകെ ഉള്ളത് ഖത്തറും മറ്റ് ചില അറേബ്യൻ രാഷ്ട്രങ്ങളുമാണ്. അപ്പോൾ അവരെല്ലാം കൈമടക്കി. ഇറാന് ഇപ്പോൾ അതിനുള്ള പാങ്ങില്ല, അവരും വളരെ നടുവൊടിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ആരുമില്ല. വെടികൊണ്ട് ചാകുക എന്നുള്ളത് മാത്രമേ ഹമാസിൻ്റെ മുമ്പിൽ മാർഗ്ഗമുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. ഖത്തർ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട്, അതേസമയം ഖത്തർ തിരിച്ചൊരു സ്റ്റാൻഡ് എടുത്തിരുന്നെങ്കിൽ എന്തായിരിക്കും? അല്ല, നിങ്ങൾക്ക് ഞങ്ങൾ സപ്പോർട്ട് തരാം, ഇസ്രായേൽ ഞങ്ങളെ ആക്രമിച്ച സ്ഥിതിക്ക് ഞങ്ങൾ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് തരുന്നു എന്ന് പറഞ്ഞു നിന്നാൽ ഇപ്പോഴും അത് അവസാനിക്കില്ല. അപ്പോൾ ഖത്തർ വളരെ നയതന്ത്രപരമായ ഒരു സ്റ്റാൻഡ് എടുത്തു. സൗദി അതേപോലത്തെ ഒരു സ്റ്റാൻഡ് എടുത്തു. UAE അതുപോലത്തെ ഒരു സ്റ്റാൻഡ് എടുത്തു. എന്നിട്ട് ബാക്കി അറേബ്യൻ രാഷ്ട്രങ്ങളെ കൂടെ അവർ മീറ്റിംഗ് കൂടി, അവിടെ നാറ്റോ രാഷ്ട്രം ആയിട്ട് നമ്മളൊരു നിൽക്കണം, എന്നിട്ട് ഇതിന് ചെറുക്കണം, പ്രതിരോധിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവരുദ്ദേശിച്ചത് നമ്മുടെ മധ്യേഷ്യയിലൊരു സമാധാനം ഇതുണ്ടെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലാതെ പെട്രോൾ മാത്രം ഉണ്ടായിട്ട് അതിൻ്റെ മുമ്പിൽ കൊണ്ട് ബോംബിട്ടാൽ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ ഡെവലപ്മെൻറ്റ്സ് എല്ലാം തീരെയില്ലേ. അതാണ് അവർ ബുദ്ധിപൂർവ്വം ശ്രമിച്ചത്. ആ ബുദ്ധിപൂർവ്വമുള്ള ശ്രമം കൊണ്ടാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഇത് അവസാനിച്ചത്. പിന്നെ ഒരു കാര്യം ചെയ്തത് ഈജിപ്തുകാർ അവിടെ വെച്ച് ഇതിന് ഒത്തുതീർപ്പുണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. ഹമാസിനെ വിളിച്ച് എല്ലാവരും വരട്ടി, ഇനി ഇത് കൂടി കൊണ്ടുപോയാൽ നിങ്ങളുടെ ജന്മം കാണുകയില്ല, പടം മാത്രമേ ഇനി ഒട്ടിക്കാൻ പറ്റുള്ളൂ, ആരും ബാക്കി കാണുകയില്ല. എത്രയും പെട്ടെന്ന് ഈ പാവങ്ങളെ ഗാസയിലിട്ട് വെള്ളം കുടിപ്പിക്കാതെ അവർക്ക് മരുന്നും ഭക്ഷണവും ഇല്ലാതെ കിടന്ന് അലയുന്നതിൽ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാണ് ഇത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. അപ്പോഴും അവർ ആയുധം നിരായുധീകരണത്തിന് സമ്മതിച്ചിട്ടില്ല, ഗാസയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു കൊടുക്കുന്ന കാര്യം സമ്മതിച്ചിട്ടില്ല. പിന്നെ നോബൽ പ്രൈസ് പ്രഖ്യാപിക്കുന്നതിന് തലേ ദിവസം ട്രംപിന് ഒരു അവസരം കൊടുക്കാനായിട്ടാണ് ഇത് ചെയ്തത്. അങ്ങനെ ഒരു ഗാസ വാറും
ഏതാണ്ട് അവസാനിപ്പിച്ചു എന്നുള്ളൊരു പേര് വന്നു. ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഇതുപോലെ വെടിനിർത്തൽ നടത്തിയതാണ്. എന്നിട്ട് ആ 2 വെടിനിർത്തലും അവസാനം ഒന്നും ആയില്ല. ഇനിയിപ്പോൾ 72 മണിക്കൂറിനകം ബന്ദികളെ വിട്ടുകൊടുക്കും. അതിന് പകരം 48 ബന്ദികളെ അല്ലെങ്കിൽ 20, പിന്നെ ബാക്കി വരുന്ന 28 ഡെഡ് ബോഡിയോ അല്ലെങ്കിൽ ഭൗതിക ശരീരമോ എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷെ ട്രംപ് ഈ രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോഴാണ് ഈ ലോകത്തെ മുഴുവൻ വെറുപ്പിച്ച് കളഞ്ഞത്. അല്ല, അത് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇനി എന്നെ ആരും ഒന്നും ചെയ്യാനില്ല, എനിക്കിനി ഒരു ടൈം മത്സരിക്കാനും പറ്റില്ല. അതെ, ഇത് എൻ്റെ അവസാനം, എന്നാൽ പിന്നെ ലോകാവസാനം ആയാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ അദ്ദേഹം പെരുമാറുന്നത്. എനിക്കിനി ഒരു സ്ഥാനവും കിട്ടാനില്ല, അമേരിക്കയിലൊന്നും കിട്ടാനില്ല, ലോകത്തിന് വേറൊരിടത്തൊന്നും കിട്ടാനില്ല. പിന്നെ ആ കിട്ടാനുള്ളത് നോബൽ പ്രൈസാണ്. അതും കൂടെ എങ്ങനെയെങ്കിലും വാങ്ങിക്കണം. അതാണ് ഇനി അങ്ങോട്ട് പ്രതീക്ഷ വേണ്ട, തീർന്നു. അത് നോബൽ സമ്മാനത്തിലുള്ള അല്ല, ഇനിയും അദ്ദേഹത്തിന് ട്രൈ ചെയ്യാൻ ചാൻസ് കിടക്കണം. ഒരു വർഷം കൂടെ ഉണ്ട്. എന്നാലും അതൊരു തമാശ പോലെ ആയി. അത് പിന്നെ ഇപ്പോൾ അവരെ കൂടെ വെല്ലുവിളിച്ചുകൊണ്ട് ഇനി നോബൽ കമ്മിറ്റി അങ്ങനെ കൊടുക്കുമെന്ന് അറിഞ്ഞില്ല. കാരണം അവരെ കൂടെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ അമേരിക്കയെ അപമാനിച്ചിരിക്കുന്നു, നോബൽ പ്രൈസ് കമ്മിറ്റി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ആൽഫ്രഡ് നോബലിൻ്റെ ഒരു പോളിസി ഉണ്ട്, അതനുസരിച്ചാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. നോബൽ സമ്മാനം കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് നോംസ് ഉണ്ട്, ആ നോംസ് വെച്ചാണ് ചെയ്തതെന്നൊക്കെ ഇന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ വയലേറ്റ് ചെയ്യുന്ന പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്ന ഒരാളിന് നോബൽ പ്രൈസ് കൊടുക്കുമെന്ന് ഇനി നമുക്ക് കണ്ടറിയണം. അല്ലെങ്കിൽ അടികൂടി വാങ്ങിക്കാൻ ഇറങ്ങുന്ന ഒരാൾക്ക് നോബൽ പ്രൈസ് കൊടുക്കാൻ നൊബേൽ കമ്മിറ്റി തയ്യാറാവുമോ എന്നൊക്കെ ഉള്ളതിനി നമുക്ക് കണ്ടറിയേണ്ടി വരും.